ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 8 ശ്ലോകം 10. പ്രയാണകാലേ മനസാചലേന ഭക്ത്യാ യുക്തോ യോഗബലേന ചൈവ ഭ്രുവോർമധ്യേ പ്രാണമാവേശ്യ സമ്യക് സതം പരം പുരുഷമുപൈതി ദിവ്യം. പ്രയാണകാലത്തിൽ, അതായത് മരണകാലത്തിൽ ചലിക്കാത്ത മനസ്സുകൊണ്ട് ഭക്തിയോടെ യോഗബലത്തോടെ തന്നെ യുക്തനായിട്ട് പ്രാണനെ പുരികങ്ങളുടെ നടുവിൽ നല്ലപോലെ സ്ഥാപിച്ചിട്ട് അയാൾ ആ പരമായവനെ, പരമമായ സത്യത്തെ, ദിവ്യനെ പ്രാപിക്കുന്നു. ഇവിടെ പ്രയാണകാലത്തിൽ എന്ന് പറഞ്ഞാൽ മരണകാലത്തിൽ എന്നാണ് പൊതുവെ അർത്ഥമെടുക്കുക. പക്ഷെ മരണം കൊണ്ടൊന്നും ഇല്ലാതാവുന്നില്ല. അപ്പം അതിന് അഹന്താ മമതകളുടെ അവസാനത്തിൽ എന്ന് പറയണം. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ ശരീരത്തിൽ ഉള്ള ഞാൻ, എൻ്റെ എന്നുള്ള ഭാവത്തെ വെടിഞ്ഞാൽ അതുതന്നെയാണ് പ്രയാണകാലം. അത് വെടിയാതെ മരിച്ചു പോയാലും അവിടെ ഈ ഭാവം ബാക്കി കിടക്കുന്നുണ്ട്. ഞാനും എൻ്റെയും കിടക്കുന്ന കാലത്തോളം ശരീരത്തിൻ്റെ നാശമേ ആവുന്നുള്ളൂ. അതും സ്ഥൂല ശരീരത്തിൻ്റെ നാശം. അതുകൊണ്ടാണ് ഇവിടെ ജീവൻ മുക്തരായ മഹാത്മാക്കൾക്ക് മരണമോ മരണാനന്തര ഗതിയോ ഇല്ല എന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. ജീവൻ മുക്തരെന്ന് പറയുമ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ശരീരത്തിൽ ഞാനെന്നും എൻ്റേതെന്നുള്ള ഭാവം ഇല്ലാതായവരാരോ അവർ ജീവൻ മുക്തർ. അവർക്ക് മരണം എന്നുള്ള പ്രതിഭാസം പ്രത്യേകിച്ചൊരു ക്ലേശത്തെയും നൽകുന്നില്ല. സാധാരണക്കാരെ സംബന്ധിച്ച് എങ്ങനെയാണ് മരണം എന്നുള്ളത് ഒരു സംഘർഷഭരിതമായ സന്ദർഭമാണ്. അനേകം സമ്മിശ്രങ്ങളായ വൃത്തികൾ ഒരുമിച്ച് തള്ളി വരുന്ന സമയമാണ് മരണം. ശാരീരികമായ ക്ലേശങ്ങൾ ഒരു ഭാഗത്ത്, മാനസികമായ ഉദ്വേഗാശങ്കകൾ മറുഭാഗത്ത്, ഇങ്ങനെയൊക്കെ ആവുന്ന ആ ഒരു സമയത്താണ് തീർത്തും പ്രശാന്ത ചിത്തത്തോടെ ഭക്തിഭാവത്തോടുകൂടി പ്രാണനെ സമ്യക്കായിട്ട് ആവേശിപ്പിച്ചിട്ട് ദേഹം പരിത്യജിക്കുന്നത്. അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ച് അയാളുടെ ഗതിയെയാണ് ഇവിടെ പറയുന്നത്, അല്ലാത്തവരുടെ അല്ല. കേവലമായ സ്ഥൂലദേഹത്തിൻ്റെ നാശമല്ല. അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. അത് ദേഹപ്രാരബ്ധം കഴിഞ്ഞു. ആ പ്രാരബ്ധം കഴിഞ്ഞാൽ സഞ്ചിതത്തിൽ നിന്ന് ബാക്കിയുള്ള പ്രാരബ്ധം അനുഭവിക്കുന്നു. അത്രയേ ഉള്ളൂ. അവിടെ മുക്തി എന്ന് പറയാൻ പറ്റില്ല, മോക്ഷം എന്ന് പറയാൻ പറ്റില്ല. അപ്പം എന്ത് ചെയ്യണം? ഈ ഒരു പരമമായ സത്യസാക്ഷാത്കാരത്തിനായിക്കൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആ സാക്ഷാത്കാരത്തിന് എന്ത് ചെയ്യണം? അതാണ് ഇവിടെ പറയുന്നത്. മനസ്സിൻ്റെ ആ ചലിക്കുന്ന വൃത്തികളെ ഏകാഗ്രമാക്കി തീർക്കണം. മനസ്സെന്ന് പറയുന്നത് സ്വതവേ സങ്കല്പ വികല്പാത്മകമായ ഭാവത്തോടു കൂടിയാണ്, ചലിക്കുന്ന ഭാവത്തോടു കൂടിയതാണ്. അതിനെ ഒരു ബിന്ദുവിലേക്കോ ഒരു കേന്ദ്രത്തിലേക്കോ, അഥവാ ഇവിടെ പറഞ്ഞ പോലെ ഭ്രൂമധ്യത്തിലേക്കോ ഒക്കെ കേന്ദ്രീകൃതമാക്കിയിട്ട് അങ്ങനെ നിരന്തരമായി ചെയ്യുന്നത് കൊണ്ട് ആ അചലമായ മനസ്സ് രൂപപ്പെടുന്നു. അതിന് ഇതരമായ വൃത്തികളിലേക്കുള്ള ആ പോക്കിനെ തടയിടേണ്ടതുണ്ട്. ആ സമയത്ത് ശരീരത്തെ പരിത്യജിക്കുന്ന ആളാണ് യോഗി. പിന്നെ പറയുന്നത് ഭക്തിയാ യുക്തിയ, ഭക്തിയോടുകൂടി യുക്തമായിട്ട്
ഭക്തിയോട് കൂടിയെന്ന് പറയുമ്പോൾ ഭക്തി എന്നുള്ളതിന് നമ്മൾ പഠിച്ചു ഭജ് സേവായാം എന്നുള്ള ധാതുവിനനുസരിച്ച് എല്ലാറ്റിലും ഈശ്വരഭാവത്തെ കണ്ടുകൊണ്ട് അതിനെ സേവിക്കലാണ് ഭക്തി. തന്നെ തന്നെ എല്ലാറ്റിലും കാണുന്നത്, സ്വസ്വരൂപ സ്ഥിതി, തൻ്റെ സ്വരൂപം ആത്മഭാവമാണ് എന്ന് തിരിച്ചറിഞ്ഞ് അതുതന്നെയാണ് എല്ലാറ്റിലും ഉള്ളത് എന്നുള്ള തിരിച്ചറിയോടുകൂടി ആ ഈശ്വര പൂജ, സേവനം, അതാണ് ഇവിടെ ഭക്തി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ആ സേവ ചെയ്യണമെങ്കിൽ എന്ത് വേണം? അവിടെ സേവനം ചെയ്യണമെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള മനസ്സെന്താണ്? അത് പരമമായ പ്രേമമാണ്. പ്രേമം എന്നുള്ള വാക്കൊക്കെ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്. ഭക്തി എന്നുള്ളതിന് നാരദീയ ഭക്തിസൂത്രത്തിൽ പറയും, സാതു അസ്മിൻ പരമപ്രേമരൂപ. ഇവനിലുള്ള പരമപ്രേമമാണ് ഭക്തി. ഏതിവനിൽ? ഈ ശരീരത്തിലല്ല, ആത്മാവിലുള്ള പരമപ്രേമരൂപമാണ് ഭക്തി. അത് മറ്റൊന്നിനെയും അപേക്ഷിച്ചുകൊണ്ടുള്ള സ്നേഹമല്ല. എനിക്ക് ഏറ്റവും സ്നേഹം തന്നോട് തന്നെയാണ്. ഏത് തന്നോട്? ശരീരത്തിനോടല്ല, ആത്മാവിനോടാണ്. ആ ആത്മാവാണ് താനെന്നുള്ള തിരിച്ചറിയിൽ നിന്ന്, അറിവിൽ നിന്നാണ് ഭക്തി ഉണ്ടാവുന്നത്. അറിവില്ലാത്ത ഭക്തിയും ഭക്തിയില്ലാത്ത അറിവും രണ്ടും ഗുണമല്ല. സ്വസ്വരൂപാനുസന്ധാനം ഭക്തിരിത്യഭിധീയതേ. അപ്പൊ സ്വരൂപാനുസന്ധാന ലക്ഷണത്തോടൊത്ത ഭക്തി. ഒരു ഭാര്യ ഭർത്താവ് എന്നുള്ള നിലയ്ക്ക് ഭാര്യയ്ക്ക് ഭർത്താവിനോടോ ഭർത്താവിന് ഭാര്യയോടോ ഉള്ള സ്നേഹം എന്ന് പറയുമ്പോൾ അത് ശരീരഭേദം കൽപ്പിച്ചിട്ടുള്ളതാണ്. അല്ലെങ്കിൽ കൊണ്ടുവന്ന സ്വർണത്തിൻ്റെയോ സ്വത്തിൻ്റെയോ പണത്തിൻ്റെയോ ഒക്കെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ തനിക്ക് തന്നോടുള്ള സ്നേഹം മറ്റൊന്നിൻ്റെയും അപേക്ഷയിലല്ല. അതാണ് ശരിയായ നിർമ്മലമായ ഭക്തി. തനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം തന്നോടാണ്. ഇതേ സ്നേഹം ഒന്നിനെയും അപേക്ഷിക്കാതെ നിരപേക്ഷമായ സ്നേഹം ഈശ്വരോന്മുഖമായിട്ടുണ്ടായാൽ അതിനാണ് ഭക്തി എന്ന് പറയുക. ആ ഈശ്വരോന്മുഖമായ അതേ സ്നേഹം, ഭക്തി ആരോടുണ്ടായാലും അത് പരമപാവനമാണ്, പവിത്രമാണ്. അതാണ് സ്നേഹം, അതാണ് പ്രേമം. അല്ലാതെ എന്തിനെങ്കിലും അപേക്ഷിച്ച് കഴിഞ്ഞാൽ, അപേക്ഷിച്ചിട്ടുള്ളതാണെങ്കിൽ അത് നഷ്ടപ്പെടുമ്പോൾ ഭക്തി ഇല്ലാതാവും. അപ്പം അതിന് ഭക്തി എന്ന് പറയില്ല. അപ്പം ഇങ്ങനെയുള്ള ഭക്തിയോടുകൂടി ശരീരത്തെ ഉപേക്ഷിക്കുന്ന ആളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അയാൾ നിരന്തരം അതിനു വേണ്ടി ആത്മധ്യാനത്തിൽ മുഴുകുന്നുണ്ട്, ശ്രദ്ധയോടുകൂടി കഴിയുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്ക് മരിക്കുന്നതിന് മുമ്പ് തന്നെ ഈ സ്ഥിതി നേടാൻ പറ്റൂ. അത് നേടിയതിന് ശേഷം മരിച്ചാലും മരിച്ചിട്ടില്ലെങ്കിലും അയാൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മുക്തനാണ്, ജീവൻ മുക്തനാണെന്നർത്ഥം. അല്ലാതെ മരണത്തിലൊന്നും ഇല്ലാതാവുന്നില്ല. മരണമെന്നുള്ളത് അജ്ഞാനിയെ സംബന്ധിച്ച് സ്ഥൂല ശരീരത്തിൻ്റെ നാശമാണ്. മുക്തി ശരീരനാശത്തിന് മുമ്പ് തന്നെ ഉണ്ടായാൽ ശരീരം നശിച്ചാലും നശിച്ചില്ലെങ്കിലും അയാൾ മുക്തൻ. അജ്ഞാനത്തിലാണ് മരിച്ചു പോകുന്നതെങ്കിലോ അത് വീണ്ടും അജ്ഞാനിയായിട്ട് തന്നെ ജനിക്കുന്നു. അതുകൊണ്ട് മരിച്ചിട്ട് പ്രത്യേകിച്ച് ഒന്നും നേടാനില്ല. മരണത്താൽ ഒന്നും ഇല്ലാതാവുന്നില്ല. അത് സ്ഥൂല ശരീരം മാത്രമേ കാണപ്പെടാതാവുന്നുള്ളൂ. അപ്പോൾ പല വൃത്തിഭേദങ്ങളോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന മനസ്സിനെ നിരന്തരമായ അഭ്യാസബലത്താൽ ഹൃദയം എന്ന് പറയുമ്പോൾ ഹൃദ് ഇതി അന്ധക്കരണത്തിൽ വശീകരിച്ചിരുത്തി ആ ഹൃദയാകാശത്തിൽ പരമമായ സത്യത്തെ ധ്യാനിക്കണം.
ഇവിടെ മാംസപിണ്ഡമായ ഹൃദയം എന്നല്ല അർത്ഥം. പ്രത്യക് സ്വരൂപത്തിൽ, പ്രത്യക് എന്ന് പറഞ്ഞ ഉള്ളിൽ, തൻ്റെ അന്തരാത്മാവിൽ എന്നർത്ഥം എടുക്കണം. അങ്ങനെ ശരീരമാസകലം വ്യാപിച്ച് വർത്തിക്കുന്ന പ്രാണനെ നിയമിച്ച് സുഷുമ്ന വഴി ഉദ്ധരിക്കുന്നതിനെയാണ് തുടർന്ന് പറയുന്നത്. ശതം ചൈകാ ഹൃദയസ്യ നാഡ്യഹം താസാം മൂർധാനഭിനിസൃതൈകാ തയോർധ്വമായന്നതിമൃത്യുമേധി വിശ്വങ്ങന്യാം ഉൽക്രമണേ ഭവന്തി എന്ന് കഠോപനിഷത്തിൽ. ഹൃദയത്തിൻ്റെ നാഡികൾ, ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നവ 101. അവയിൽ ഒന്ന് എന്ന് പറയുന്നത് അതാണ് മൂർധാവിലൂടെ തുറക്കുന്ന സുഷുമ്ന നാഡി. അതിലൂടെ തൻ്റെ പ്രാണനെ ഉയർത്തുന്നവൻ മരണത്തെ അതിക്രമിക്കുന്നു, അതായത് ഏകാഗ്രത നേടുന്നവൻ. അതിന് എന്താണ് വഴി? അതിന് നിരന്തരമായ ധ്യാനമാണ് വഴി. ജീവിതത്തിൽ നിത്യവും നിരന്തരമായി ധ്യാനം ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ ഈ ജീവൻ മുക്തി നേടാൻ സാധിക്കുന്നുള്ളൂ. അല്ലാത്തൊക്കെ സംസാരഗതിക്കായി കൊണ്ട് തീരുന്നു. ഈ ഊർധ്വഗാമിയായ നാഡി വഴി ഭ്രൂമധ്യത്തിൽ മൂർധാവിൽ പ്രാണനെ സമാഹരിച്ച് പ്രയാണം ചെയ്യുന്ന ആളെ ആണ് ഇവിടെ പറയുന്നത്. ഭ്രുവോ മധ്യേ പ്രാണമാവേശ്യ, ഭ്രൂമധ്യത്തിൽ പ്രാണനെ ആവേശിപ്പിച്ചിട്ട്. ഭ്രൂമധ്യത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ ചിന്തകൾ, നമ്മുടെ ദൃഷ്ടി മറ്റൊരിടേക്കും പോവില്ല. അതുകൊണ്ടാണ് അതിന് കഴിയാത്ത സന്ദർഭത്തിൽ ആദ്യം തന്നെ അത് ചെയ്യണമെന്നില്ല. മറ്റെവിടെയെങ്കിലും ശ്രദ്ധ ഏകീകരിച്ച് ക്രമികമായി ധ്യാനം ശീലിച്ച് ഈ ഭ്രൂമോർ മധ്യത്തിൽ ഉറപ്പിക്കാൻ കഴിയണം. പെട്ടെന്നല്ല. ശനൈരുപരമേത്, പതുക്കെ ഉപരമിക്കൂ എന്നാണ് പറഞ്ഞത്. ശാസ്ത്രത്തിൻ്റെയും ആചാര്യന്മാരുടെയും ഉപദേശങ്ങൾക്കനുസരിച്ച് ക്രമമായി വേണം ഈ സൂക്ഷ്മ സാധനകൾ അനുഷ്ഠിക്കാൻ. ഇതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഇപ്പോൾ പ്രയാണകാലം എന്ന് പറയുമ്പോൾ മരണകാലം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. അത് നമ്മുടെ അഹംഭാവത്തിൻ്റെ, അഹന്തയുടെ മരണവേള എന്ന് അർത്ഥം ധരിക്കണം. അപ്പോൾ ആത്മധ്യാനം വഴി, വിഷയധ്യാനം വഴിയല്ല, ആത്മധ്യാനം വഴി ശരീര മനോബുദ്ധികളിലെ ആ തന്മയീ ഭാവം ഉണ്ടല്ലോ, അത് ഞാനാണെന്നുള്ള ഭാവം ഉണ്ടല്ലോ, അത് പരിത്യജിക്കുമ്പോൾ, അഹന്തയും മമതയും അസ്തമിക്കുമ്പോൾ, ഞാനും എൻ്റെകളും അസ്തമിക്കുമ്പോൾ അന്ധകരണം നിശ്ചലവും പ്രശാന്തവുമാവും. അപ്പോൾ ഇളകാത്ത മനസ്സുകൊണ്ട് അങ്ങനെയുള്ള ധ്യാനം ചെയ്യുന്ന ആള് ഭക്തിയായുക്ത, ഭക്തിയോടുകൂടിയവൻ. ഭക്തി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ സാധാരണ ധരിച്ചു വെച്ചിട്ടുള്ള ഭക്തിയല്ല, ദിവ്യവും പാവനവുമായ ശ്രദ്ധാപൂർവം അർപ്പിക്കപ്പെടുന്ന നിസ്വാർത്ഥ സേവനം, അതാണ് ഇവിടെ ഭക്തി. നിരുപാധികമായ സ്നേഹം. അപ്പോൾ അങ്ങനെയുള്ള ആ പ്രേമത്തിൻ്റെ, പ്രേമഭാജനത്തിൻ്റെ, ആരെയാണോ പ്രേമിക്കുന്നത്, സ്നേഹിക്കുന്നത്, അതിൻ്റെ സുഖദുഃഖങ്ങൾ തൻ്റേതായി കാണുന്ന ആൾ, എല്ലാറ്റിലും വിളങ്ങുന്നത് പരമചൈതന്യമാണ്, പരമാത്മാവാണ് എന്നുള്ള ഭാവത്തിൽ നിന്ന് സ്വാഭാവികമായി തൻ്റെ സുഖവും തൻ്റെ ദുഃഖവും, മറ്റുള്ളവരുടെ സുഖവും മറ്റുള്ളവരുടെ ദുഃഖവും തൻ്റേത് തന്നെയായിത്തീരുന്നു. അങ്ങനെ ഭക്തൻ ഭഗവാനിൽ ലയിച്ച് ഒന്നായിത്തീരുന്നത്, അത് ഭക്തിയിലൂടെയാണ്. അങ്ങനെ ആത്മസ്വരൂപത്തിലേക്ക് ഉണരുന്ന ആ നിമിഷത്തിന് പറയുന്ന പേരാണ് പ്രയാണകാലം, അഹന്തയുടെ മരണവേള. ആ അഹന്ത നശിച്ചു കഴിഞ്ഞാൽ പിന്നെ ശരീരം വെടിയുന്നതിൽ വലിയ പ്രാധാന്യമൊന്നുമില്ല. അത് വെടിയട്ടെ, വെടിയാതിരിക്കട്ടെ. അപ്പോൾ കുറേ കാലമായിട്ട് ധ്യാനയോഗം അനുഷ്ഠിക്കുന്ന ഒരാൾ
ചിത്തത്തിൻ്റെ സ്ഥിരത നേടുന്നു. അതിനെയാണ് യോഗബലം എന്ന് പറയുക. യോഗബലം കൊണ്ട് വിഷയധ്യാനത്തിന് അനുവദിക്കാതെ മനസ്സിനെ ശാന്തമാക്കി ബുദ്ധിയെ ഉറപ്പിച്ച് നിർത്താൻ പരിശീലിക്കുന്നു. അതാണ് ആധ്യാത്മികമായ കരുത്തിന് കാരണമാവുന്നത്. ഇപ്പോൾ പ്രാണനെ ഭ്രൂമധ്യത്തിൽ നിർത്തുക എന്നതിന് ശരിക്കും അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ പ്രാണവൃത്തികളെ, ഏതൊക്കെയാ പ്രാണവൃത്തികൾ? പ്രാണൻ, അപാനൻ, സമാനൻ, വ്യാനൻ, ഉദാനം എന്നീ വൃത്തികൾ. അതിനെ നെറ്റിത്തടത്തിൽ പുരികത്തിൻ്റെ നടുക്ക് കേന്ദ്രീകരിച്ചിട്ട് കൊണ്ട് ശരീരത്തിൻ്റെ വിവിധ ചേഷ്ടകളെ ചെയ്യുന്ന ആ പ്രാണനെ ഭ്രൂമധ്യത്തിലേക്ക് ഏകീകരിച്ചുകൊണ്ട് ചിത്തവൃത്തികൾ അടങ്ങി ആ പരമമായ സത്യത്തിൽ ലയിക്കുമ്പോൾ അത് ഒരു ഉയർന്ന തലത്തിലേക്ക്, ജീവൻ മുക്ത സ്ഥിതിയിലേക്ക് എത്തിച്ചേരുന്നു. ഈ ധ്യാനം അനുഷ്ഠിക്കുന്ന ഒരാൾക്ക് മറ്റ് കഠിനങ്ങളായ തപശ്ചര്യകളുടെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ നിരന്തരമായ ജപ പരിശീലനം, ധ്യാന പരിശീലനം വഴി ചിത്തത്തിനെ ഏകാഗ്രതയിലാക്കിയിട്ട് ഒരു ആത്മീയ ശക്തി നേടിയ ഒരു വ്യക്തിക്ക് അയാളെയാണ് സതം പരം പുരുഷമുപൈതി ദിവ്യം എന്ന് വിശേഷിപ്പിച്ചത്. ആ പരമമായ സത്യത്തെ, പുരുഷനെ, ദിവ്യമായതിനെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞത്. ഇനി ഉപാസനയിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഓങ്കാര ജപത്തെ, പ്രണവോപാസനയുടെ ക്രമം ഉപദേശിക്കാൻ പോവുകയാണ്. ഒരു മന്ത്രം ജപിക്കുമ്പോഴും അതിൽ ഓങ്കാരമുണ്ട്, പ്രണവമുണ്ട്. പക്ഷേ പ്രണവ ഉപാസന എന്ന് പറയണമെങ്കിൽ ഓങ്കാരോപാസനയെ മാത്രം ഉപാസിക്കലാണ്. എന്നാൽ ഓങ്കാരം കൂട്ടിയിട്ടുള്ള എല്ലാ ഉപാസനകളും പ്രണവോപാസനയായിട്ട് കാണാൻ സാധിക്കും. ഏതായാലും അതിന് വേണ്ടിയിട്ട് മാത്രം ഈ പരമമായ സത്യസാക്ഷാത്കാരത്തിനായിക്കൊണ്ട് പരമമായ ജപധ്യാനങ്ങളിൽ ഒന്നായ ആ ഒരു ധ്യാനമാർഗം ഉപദേശിക്കാൻ പോവുകയാണ് അടുത്ത ശ്ലോകത്തിൽ ചെയ്യുന്നത്.